ഹായ് നമസ്കാരം. നമ്മളിന്ന് ഇറാടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രഷർ പമ്പ്, അതായത് കാറൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ വാഷുകളുണ്ട്. പക്ഷേങ്കിലും ഇതൊരു കുറച്ചും കൂടി ഇതിന് എനിക്കൊരു പ്രത്യേകത തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇത് 1 വർഷം വരെ ഒരു വാറണ്ടി തന്നിട്ടുണ്ട്. മറ്റ് ബ്രാൻഡുകൾക്ക് എനിക്ക് ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഇതൊരു 6 മാസം വാറണ്ടിയാണ് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് 1 വർഷം വരെ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കറിയില്ല, കാരണം ഇത് ആദ്യമായിട്ട് വാങ്ങിയാണ്, ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു കമ്പനിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് മാത്രം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു അൺബോക്സിങ് പോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലതാണെങ്കിൽ നിങ്ങൾ വാങ്ങുക. എനിക്കിത് ഉപയോഗിച്ച് എന്താ പറയുക, പരിചയമൊന്നുമില്ല. ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്തു നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഇതുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ. 240 വോൾട്ടാണ്. അതുപോലെ തന്നെ കാറ്, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള പൂപ്പായൽ കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ അടിപൊളിയാണ് എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഉപയോഗിക്കാത്ത കാരണം അറിയില്ല. പിന്നെ അത്യാവശ്യം വാറണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത് കാണിച്ചു തരാം. ഇത്ര ഐറ്റംസ് ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വാൽവിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ ഇത് പൈപ്പ്, നമുക്ക് ഈ ഓസ് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ക്ലിപ്പുണ്ട്. ഇതും കണക്ടറാണ്. പിന്നെ ഇത് വരുന്നത് ഗണ്ണിൽ പിടിപ്പിക്കുന്നതാണ്. ഇത് നമുക്ക് അതിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പിന്നെ വരുന്നത് ഇത്ര ഐറ്റംസാണ് ഇതിലുള്ളത്. പിന്നെ ഒരു ഓസ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവരുടെ കമ്പനിയുടെ തന്നെ അതിൻ്റെ പേരിലായിരിക്കാം. അത്യാവശ്യം നല്ല കനമുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇത് ചെറിയൊരു പീസ് പൈപ്പ് വരുന്നുണ്ട്. കാരണം ഇത് നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ചെറിയ ബക്കറ്റിലൊക്കെ ഇട്ട് അടിച്ച് നോക്കാം. പിന്നെ വരുന്നത് ഇത് നമുക്ക് മറ്റേ സ്പ്രേ ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകാനായിട്ട് കുഴപ്പമില്ല. ഈ ഒരു സംഭവമുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പിന്നെ ഈ ഒരു മോട്ടറാണുള്ളത്. ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ കാർ വാഷിൻ്റെ പാക്കിലുള്ള ഐറ്റംസുകളാണ് ഈ കാണുന്നത്. ഇത് അടിപൊളിയാണ്. നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെ കമ്പനി തന്നെ അതിൻ്റെ പേരിലാണ് ഇത്രയും ക്വാളിറ്റി. ഒരു 9 മീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഉദ്ദേശം. പിന്നെ അതുപോലെ തന്നെ ഇത് ഗണ്ണ്. ഈ ഗണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പാക്ക് ചെയ്ത് വരേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് ഇല്ലാഞ്ഞത് കൊണ്ട് അവർ സെപ്പറേറ്റ് ഗണ്ണ് തന്നാണ്. ഇവരുടെ തന്നെ ഇറാടെക്കിൻ്റെ തന്നെയാണ് ഗണ്ണ് തന്നേക്കണത്. ഓക്കെ, പിന്നെ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മളൊരു കമ്പനിയെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണതല്ല. ഇത് 1 വർഷം വരെ വാറണ്ടി തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഇത് വാങ്ങിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഇതാണ് ഈ ഗണ്ണ് കേട്ടോ. ഗണ്ണ് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്തിടാനും കൂടി ഒരു സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ അടിച്ചാൽ ലോക്കാവും. ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഇതാണ്, നേരത്തെ എടുത്ത ഇതാണ് നമ്മൾ പമ്പ് ചെയ്യുന്ന വെള്ളം എത്രത്തോളം സ്പീഡിലൊക്കെ പോകണം എന്നുള്ളത് ഇതും വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിലൊരു കണക്ടർ ഉണ്ട്, അത് വെച്ച് നോസിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പറയുക, പിന്നെ ഇതൊരു ക്ലാമ്പാണ്. കാരണം ഇത് നമ്മൾ ഹോസ് കണക്ട് ചെയ്തിട്ട് വിട്ടുപോകാതിരിക്കാനായിട്ട് ചെയ്യുന്ന അതേ ഒരു സംഭവം കിട്ടുന്നത്. നമുക്കിനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. കാരണം അതിനകത്തൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കമ്പനി തന്നെ തരുന്ന ഒരു ഫിൽറ്ററാണ്. കാരണം വെള്ളത്തിൽ എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ നമ്മൾ ഈ പൈപ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്, അതാണ് ലോക്ക്. അത് വെച്ചൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നല്ല വെള്ളമാണെങ്കിൽ നമുക്ക് നേരിട്ട് പൈപ്പ് ടാപ്പിൽ നിന്ന് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പീസ്, ഒരു 1.5 മീറ്ററോ 2 മീറ്ററോ ഉള്ളൊരു പീസ് ഇതിൻ്റെ കൂടെ വന്നേക്കാണ്. പിന്നെ ഇതിൻ്റെ തലയ്ക്ക നേരത്തെ കണ്ടത് ഈ ഒരു കണക്ടറും കൂടി സെറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ഇതിനകത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇത് നേരെ പൈപ്പിലേക്ക് കയറ്റാം.
ഇതുപോലെ കണക്ട് ചെയ്ത് വയ്ക്കുക. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇത് നമുക്ക് നേരെ ഈ ഒരു ഹോളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണത് ടാപ്പിൽ നിന്ന് വരുന്നുണ്ട്, അതായത് പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആദ്യം സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് നമ്മളൊരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെ. കാരണം ഇതെപ്പോഴും വെള്ളത്തിലിട്ട് നമുക്ക് അങ്ങനെ അടിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ടാപ്പിലേക്ക് നേരിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ പൈപ്പ് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ഗാർഡൻ ഹൗസ് സെറ്റ് ചെയ്താലും സെറ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ഗണ്ണിലേക്ക് കൊടുക്കേണ്ട പമ്പ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് നമ്മൾ നേരെ ഒരു തലയ്ക്ക് കൊടുത്തിട്ട്, ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കാരണം രണ്ട് അറ്റവും സെയിം തന്നെയാണ്. ഇതങ്ങോട്ട് കണക്ട് ചെയ്യുക. ഇനി അടുത്തത് നമുക്കിത് ഒരറ്റം കണ്ണിലേക്ക് ഇതെങ്ങനെ പിടിപ്പിക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. കണ്ടി കണ്ണിനൊരു പ്രത്യേകത കേട്ടോ. ഇത് ഈ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുക. ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടിക്കാൻ പറ്റില്ല. ഇത് എന്തിനാണെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചേക്കണായിരിക്കും. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇത് എക്സ്ട്രാ ഇങ്ങനെ ഊരിയെടുക്കുക. ഇതിലാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യണത്, അതായത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഓക്കെ, ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സംഭവങ്ങളുള്ളത്. ഓക്കെ, വെള്ളത്തിലേക്ക് ഇടുക. നമുക്കിതൊന്ന് എങ്ങനെയുണ്ട് വർക്ക് ചെയ്യുമെന്നുള്ളത് നോക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാണ്. സംഭവം അടിപൊളിയാണ്, അത്യാവശ്യം നല്ല പവർ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എത്ര കാലം നിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഈ വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ തീരുമെന്ന് അറിയില്ല. പക്ഷേ സംഭവം കൊള്ളാം. കാരണം അത്യാവശ്യം നമുക്ക് നല്ല ഫോഴ്സ് ഉണ്ട് അടിക്കാനായിട്ട്. ഇപ്പോൾ ഈ പൂപ്പായലൊക്കെ പെട്ടെന്ന് തന്നെ എന്നുവെച്ചാൽ ഈ പൂപ്പായലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സംഭവം കൊള്ളാം. ഇനിയിപ്പോൾ ഇത് ഗ്യാരണ്ടി കാര്യങ്ങൾ സംഭവം കൊള്ളാം. അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട്. നോക്കി ഇങ്ങനെ അടിച്ചാൽ വീടിൻ്റെ മുകളിലുള്ള ഒരു കുറച്ച് പൂപ്പായലുണ്ട്. ഈ പൂപ്പായലൊന്ന് അടിച്ച് നോക്കാൻ പോകണ്ട എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അടിപൊളി. പൂപ്പായലൊക്കെ കളയാനാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇത് പോയിന്റ് ആക്കുക. അല്ലാതെ വണ്ടിയുമൊന്നും ഇതുപോലെ പോയിന്റ് ആക്കി കൊണ്ട് അടിക്കരുത്. കാരണം പെയിന്റ് പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ വണ്ടിമ അടിക്കുമ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യും. സംഭവം അത്യാവശ്യം നല്ലൊരു മെഷീനായിട്ട് തോന്നണ്. ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ അടിപൊളിയാണ്. കാരണം 1 വർഷം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. ഇനി നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കഴുകി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പുകളിൽ തന്നെ പോയി മേടിക്കണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിലുണ്ട്. ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു 6 രൂപയിൽ താഴെ. ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു വളരെ റേറ്റ് കുറവാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ പോയി വാങ്ങാം. കാരണം പല ആളുകൾക്കും പല റേറ്റിലായിരിക്കും ഇത് കൊടുക്കുന്നത്. കാരണം കുറച്ച് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ വളരെ കുറച്ച് തരും. എന്തായാലും ഓൺലൈൻ പ്രൈസിന് ഷോപ്പുകളിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം ഓൺലൈൻ പ്രൈസിന് കിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ പൈസ അവർ വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഇതിൻ്റെ റേറ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഓൺലൈനിൽ ഇത്രയും വാറണ്ടി കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പുകളിൽ ചെന്ന് അന്വേഷിച്ചതിന് ശേഷം നല്ലതാണെങ്കിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്.